നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറി. നഗരസഭയിലെ ഭരണം ആകെ കേരളത്തിലുള്ള ഒരു ഭരണം തന്നെ നഷ്ടപ്പെടാനുള്ള വലിയ സാധ്യതയിലേക്ക് എത്തിയിരിക്കുന്നു. രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് ഭീഷണി മുഴക്കി കൗൺസിലർമാർ രംഗത്ത് വരുന്നു. ഭരണം തുലാസിലാകുന്ന ഈ സാഹചര്യത്തിൽ അവസരം മുതലെടുക്കുകയാണ് സന്ദീപ് വാര്യറും അതിലൂടെ കോൺഗ്രസ്. പാലക്കാട് ബി.ജെ.പിയിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇങ്ങനെ കനക്കുന്നത്. നഗരസഭാ കൗൺസിലർമാർ രാജി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. അങ്ങനെ ബി.ജെ.പിക്ക് ആകെ ഭരണമുള്ള ഏക നഗരസഭയായ പാലക്കാട് തന്നെ തകർന്നു വീഴാൻ നിമിഷങ്ങൾ ബാക്കി. 9 കൗൺസിലർമാർ നാളെ പാർട്ടിക്ക് രാജിക്കത്ത് നൽകുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെ 6ഓളം പേരാണ് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ എങ്ങനെ മയപ്പെടുത്തുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് സംസ്ഥാന നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായിട്ടുള്ള ഇവരൊക്കെ തന്നെ രാജിവെക്കുമെന്നും കരുതുന്നു. പ്രത്യേക യോഗം ചേർന്ന ഈ കൗൺസിലർമാർ രാജിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. വേണ്ട വിധത്തിലുള്ള മാനദണ്ഡങ്ങളെ ഒക്കെ തന്നെ തെറ്റിച്ച് കാറ്റിൽ പറത്തിയുള്ള ജില്ലാ അധ്യക്ഷ തിരഞ്ഞെടുപ്പിനെ ശക്തമായി എതിർക്കുകയാണ് ഇവരൊക്കെ തന്നെ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. പാലക്കാട്ടെ മുതിർന്ന ബി.ജെ.പി നേതാവ് സി കൃഷ്ണകുമാർ തൻ്റെ ബിനാമിയെ തന്നെ ഇതിൽ തിരികെ കയറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർത്തുന്ന മറ്റൊരു വിഷയം. 45-നും 60-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ജില്ലാ പ്രസിഡന്റ് ആകേണ്ടതെന്നും തിരഞ്ഞെടുക്കപ്പെടുന്നയാൾക്ക് ബി.ജെ.പിയിൽ ചുരുങ്ങിയത് 6 വർഷത്തെ അംഗത്വം ഉണ്ടായിരിക്കണമെന്നുമാണ് നിബന്ധന. പക്ഷേ പ്രശാന്ത് ശിവന് 35 വയസ്സ് മാത്രമാണ് പ്രായം. ബി.ജെ.പിയിലെത്തിയിട്ട് ആകെ 4 വർഷവും. 4 വർഷത്തെ സജീവ അംഗത്വം മാത്രമേ ഉള്ളൂ. കേന്ദ്ര നേതൃത്വമാണ് പ്രശാന്ത് ശിവനെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി നിയമിക്കാനായി നിർദ്ദേശിച്ചതും. ജില്ലാ ആസ്ഥാന കേന്ദ്രം ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലമടക്കം ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് പാലക്കാട് ഈസ്റ്റ് ജില്ല എന്ന് പറയുന്നത്. ആദ്യം തന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിലർ പ്രശാന്ത് ശിവന്റെ പേര് എടുത്തു പറഞ്ഞെങ്കിലും അവസാന ഘട്ടത്തിൽ സമയത്ത് പാനൽ തിരഞ്ഞ് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ പ്രശാന്തിന്റെ പേര് എവിടെയും കണ്ടിരുന്നില്ല. പക്ഷേ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ പട്ടിക എന്ന പേരിൽ അപ്രതീക്ഷിതമായി ചില വിവരങ്ങൾ പുറത്തു വന്നു. പാനലിൽ മത്സരിക്കാത്ത പ്രശാന്ത് ശിവന്റെ പേരാണ് അതിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഇതനുസരിച്ചുകൊണ്ട് നാമനിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തു. സമവായത്തിലൂടെയാണ് സാധാരണഗതിയിൽ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ പാലക്കാട്ടെ സമവായ ചർച്ചയിലൊക്കെ 6 പേരാണ് ഉയർന്നു വന്നത്. അങ്ങനെ നിരീക്ഷകരെത്തി രഹസ്യ വോട്ടെടുപ്പ് നടത്തി. ഔദ്യോഗിക പക്ഷത്തിന് കൂടുതൽ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ എ.കെ. ഓമനക്കുട്ടൻ ജില്ലാ പ്രസിഡന്റ് ആകുമെന്ന് ഏവരും കരുതി. മറുഭാഗത്ത് പി. സ്മിതേഷിനും കൂടുതൽ സാധ്യതയുണ്ടെന്ന് വോട്ടെടുപ്പിൽ പിന്തുണ ലഭിക്കുമെന്ന് കരുതിയിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇവരെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് പ്രശാന്ത് ശിവൻ കയറി വരുന്നത്. പ്രശാന്ത് ശിവനും ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുകയാണ്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും അടുത്ത പിന്തുണയുണ്ട്. കൃഷ്ണകുമാറിന് പാവയായി തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ആക്ഷേപവും. ഇപ്പോഴുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ബി.ജെ.പി ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള എൻ ശിവരാജൻ പറയുന്നത്. ബി.ജെ.പി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗം നടത്തിയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും പിന്നാലെ വ്യക്തമാക്കുന്നു. പുതിയ ജില്ലാ പ്രസിഡന്റെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു മാനദണ്ഡവും ലംഘിച്ചില്ല എന്നാണ് ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് കെ.എം. ഹരിദാസും പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിലോ പരാതി ഉണ്ടെങ്കിലോ അതൊക്കെ പരിഹരിച്ചായിരിക്കും ഉറപ്പായി മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും അങ്ങനെ ഒരു പരാതിയും തങ്ങൾക്ക് കിട്ടിയില്ലെന്നാണ് നിലവിലെ ജില്ലാ പ്രതിനിധി പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഗ്രൂപ്പിന്റെ ഭാഗമല്ലെന്ന് പറയുമ്പോഴും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഏറ്റവും അധികം അനുകൂലിക്കുന്നതും പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള പാനലിലെ ജില്ലാ ജനറൽ സെക്രട്ടറി എ.കെ. ഓമനക്കുട്ടൻ, മലമ്പുഴ മണ്ഡലത്തിലെ ബി.ജെ.പി നേതാവ് കെ ഷൺമുഖൻ, സി മധു എന്നിവരൊക്കെ ഒരു പാനലിൽ തന്നെ മത്സരിച്ചു. അപ്പോഴാണ് ജില്ലാ വൈസ് പ്രസിഡന്റും പാലക്കാട് നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷനുമായി പി. സ്മിതേഷ്, ജില്ലാ ഭാരവാഹിയും കൗൺസിലറുമായിട്ടുള്ള പി. സാബു, പി. ഭാസി എന്നിവർ എതിർ പാനലിൽ മത്സരിച്ചത്. അതിൽ ആരെങ്കിലും ജില്ലാ പ്രസിഡന്റ് ആകുമെന്ന് ജില്ലാ നേതൃത്വം പോലും കരുതിയതായിരുന്നു. അതൊക്കെ തന്നെയാണ് അസ്ഥാനത്തായിരിക്കുന്നത്. അതേസമയം ഈ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് പട്ടിക കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതെന്ന് കെ സുരേന്ദ്രൻ പറയുകയാണ്. അതിനെതിരെ സംസാരിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് സുരേന്ദ്രന്റെ വാദം. ഇത്രയും സമീകൃതമായ പട്ടിക ഇതിന് മുൻപെങ്ങും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും പാലക്കാട് സംഭവിക്കില്ല എന്നുള്ള ധാർഷ്ട്യം വീണ്ടും സുരേന്ദ്രൻ മുന്നോട്ട് കൊണ്ടുവരുന്നു. സന്ദീപ് വാര്യരടക്കം കൊഴിഞ്ഞു പോയതുപോലെ ഇനിയും ഒരു നിര ആളുകൾ കൊഴിഞ്ഞു പോകുമെന്നാണ് ഇതിന് പിന്നാലെ ഏവരും കരുതുന്നത്.
നഗരസഭ താഴെ വീഴില്ല എന്ന് പറയുന്നു. പന്തളത്തും ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞതെന്നാണ് കെ സുരേന്ദ്രൻ്റെ ചോദ്യവും. പക്ഷേ ഇതിനിടയിലാണ് ഇടഞ്ഞു നിൽക്കുന്ന ഈ BJP കൗൺസിലർമാരെ മറുകണ്ഠത്തേക്ക് എത്തിക്കാൻ, അപ്പുറത്തേക്ക് ചാടിക്കാൻ കോൺഗ്രസിൻ്റെ കൃത്യമായ സമയോചിതമായ നീക്കം. രാജിക്ക് ഒരുങ്ങുന്ന മുതിർന്ന നേതാക്കളായിട്ടുള്ള കൗൺസിലർമാർ കോൺഗ്രസിൽ നാളെ തന്നെ അംഗത്വം എടുക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ വഴി ചർച്ചകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം നേരത്തെ നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും വിമത കൗൺസിലർമാരെ ഒക്കെ തന്നെ ബന്ധപ്പെട്ട് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ രാജിവെച്ചാൽ നഗരസഭ ഉറപ്പായും താഴെ വീഴും, BJPക്ക് നഷ്ടമാകും. ഇപ്പോൾ യാക്കരയിൽ BJP കൗൺസിലർമാരുടെ യോഗം നടന്നു. യോഗത്തിന് ശേഷം കൗൺസിലർമാർ രാജി പ്രഖ്യാപിക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞു. അങ്ങനെയൊക്കെ രാജിവെച്ചാൽ BJPക്ക് ഭരണം പോലും നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ 30 സംഘടനാ ജില്ലകളിൽ 27 ഇടങ്ങളിലെ ജില്ലാ പ്രസിഡന്റുമാരെയാണ് BJP കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. പത്തനംതിട്ട, തിരുവനന്തപുരം സൗത്ത്, ഇടുക്കി സൗത്ത് എന്നീ 3 ജില്ലകളിലെ തർക്കം തുടരുന്നതുകൊണ്ട് അവിടുത്തെ തീരുമാനം വൈകുന്നു. ഇപ്പോൾ പാലക്കാട് 27 ജില്ലാ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരം നേരത്തെ പങ്കുവച്ചു. 5 വർഷം പൂർത്തിയാക്കിയ ജില്ലാ പ്രസിഡന്റുമാരെ ഒക്കെ തന്നെ ഒഴിവാക്കി. സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാരായി ഇങ്ങനെ ഇടം നേടിയിട്ടുണ്ട്. കൃഷ്ണദാസ്, സുരേന്ദ്രൻ പക്ഷങ്ങൾക്ക് 12 വീതം പ്രസിഡന്റുമാരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് 2 ഇടങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ അനുകൂലികളും പ്രസിഡന്റുമാരായി മാറിയിട്ടുണ്ട്. പത്തനംതിട്ട, കാസർഗോഡ്, വയനാട് ഒഴികെയുള്ള ജില്ലകൾ വിഭജിച്ച് 30 സംഘടനാ ജില്ലകൾ BJP രൂപീകരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ് ഇവിടെയും ഇപ്പോൾ പയറ്റാനായി ശ്രമിച്ചിരിക്കുന്നത്. അതിലാണ് വലിയ പിണക്കങ്ങൾ ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.